എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 5-ാമത്തെ ദിവസമാണ്. 5-ാമത്തെ ദിവസമായ ഇന്ന് മഹാലക്ഷ്മിയുടെ സ്കന്ദമാതാ രൂപത്തിലുള്ള പൂജയാണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം സാമ്പത്തികത്തിൻ്റെ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ ഭഗവതിയാണ് ലക്ഷ്മി ദേവി. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണു ഭഗവാന്റെ പത്നി കൂടിയാണ് ലക്ഷ്മി ദേവി. മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയാണ് ജഗദംബ മഹാലക്ഷ്മിയുടെ രൂപത്തിൽ അവതരിച്ചതെന്നാണ് വിശ്വാസം. മഹാകാളി, മഹാസരസ്വതി എന്നിവയാണ് മറ്റ് 2 ഭാവങ്ങൾ. പ്രധാനമായും സമ്പത്ത്, ധനം, ധാന്യം, സൗഭാഗ്യം, അഭിവൃദ്ധി, വിജയം എന്നിവയുടെ ഭഗവതിയാണ് മഹാലക്ഷ്മി ദേവി. കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിക്ക് ലക്ഷ്മി സമ്പത്ത് നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അസ്ഥിര പ്രകൃതിയാണ് ലക്ഷ്മി ദേവി എന്നാണ് സങ്കല്പം. മഹാലക്ഷ്മി ദേവി ഒരിടത്തും സ്ഥിരമായി നിൽക്കുകയില്ല എന്ന് കരുതപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിയായ രുക്മിണി ദേവി, ശ്രീരാമദേവൻ്റെ പത്നിയായ സീതാദേവി എന്നിവർ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് എന്ന് ഭാഗവതം പറയുന്നു. കയ്യിൽ താമരപ്പൂവും സ്വർണ്ണക്കുടവും പിടിച്ചിരിക്കുന്നതും അഭയ വരദ മുദ്രകളോട് കൂടിയതുമാണ് ലക്ഷ്മി ദേവിയുടെ രൂപം. 2 വെളുത്ത ആനകൾ ദേവിയുടെ ഇരുവശത്തുമായിട്ട് നിൽക്കുന്നു. ദേവി മഹാത്മ്യപ്രകാരം ലോകമാതാവും ജഗദീശ്വരിയുമായ സാക്ഷാൽ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ 2ാമത്തെ ഭാവഭേദത്തോടെ ഇരിക്കുന്ന ഭഗവതിയാണ് ലക്ഷ്മി ദേവി. വെള്ളിയാഴ്ച പ്രധാന ദിവസമാണ് ദേവിക്ക്. മിക്ക ഭഗവതി ക്ഷേത്രങ്ങളിലും വെള്ളിയാഴ്ച ദിവസം ദേവിയെ മഹാലക്ഷ്മിയായി സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കാറുണ്ട്. മുംബൈ നഗരത്തിൻ്റെ ദേശദൈവം മുംബൈ മഹാലക്ഷ്മി ദേവിയാണ്. എറണാകുളം ജില്ലയിലെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ മുഖ്യമായും മഹാലക്ഷ്മി ലക്ഷ്മി നാരായണ ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു. പ്രസിദ്ധമായ തിരുപ്പതിയിലും തിരുവനന്തപുരം അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും മഹാവിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠയും കാണാം. സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് മഹാലക്ഷ്മി എന്ന് ദേവി ഭാഗവതത്തിലും ദേവി മാഹാത്മ്യം തുടങ്ങിയ ദേവി പുരാണങ്ങളിലും പറയുന്നു. ദേവി മാഹാത്മ്യത്തിൽ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും ത്രിദേവിമാരായ ഗൗരി, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയവരും ആദിപരാശക്തിയായ മഹാലക്ഷ്മിയിൽ നിന്നാണ് അവതരിച്ചതെന്ന് പറയപ്പെടുന്നു. മഹാലക്ഷ്മി ദേവിയുടെ 8 വ്യത്യസ്ത ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി ദേവിമാർ. 8 തരത്തിലുള്ള ഐശ്വര്യമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. രാജസഗുണമുള്ളവളും ക്രിയാശക്തിയുമായ ലോകമാതാവ് ആയിട്ടാണ് വേദങ്ങൾ മഹാലക്ഷ്മി ദേവിയെ അവതരിപ്പിക്കുന്നത്. വിദ്യ ലക്ഷ്മി ദേവി തന്നെയാണ് സരസ്വതി ദേവി എന്ന് അറിയപ്പെടുന്നത്. വിജയലക്ഷ്മി ദുർഗാദേവിയായും ആദിലക്ഷ്മി ആദിശക്തി ദേവിയായും സങ്കല്പിക്കപ്പെടുന്നു. വെള്ളിയാഴ്ചകൾ, പൗർണമി ദിവസം തുടങ്ങിയ ദിവസങ്ങൾ മഹാലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അതിനാൽ ദേവീക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം വിശേഷമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും സദാസമയത്തും ശാന്തിയും സമാധാനവും സർവ്വവിധ ഐശ്വര്യങ്ങളും തരുവാനായിട്ട് ജഗദീശ്വരിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.